അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്നും ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴിവെട്ടി മൂടിയെന്നും MT വാസുദേവൻ നായർ. എന്തൊരു ധൈര്യമാണല്ലേ. അതെന്താ അങ്ങനെ? അല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം ഒരുപാട് വിമർശനങ്ങൾ നടത്താൻ പ്രതിഷേധിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ മറിയക്കുട്ടി ചേർത്തെ പോലെയുള്ള ആളുകൾ സാധാരണക്കാരെ പ്രതിനിധീകരിച്ച് പ്രതിഷേധിക്കാറുണ്ട്. ഗവർണർ നമ്മുടെ ഭരണത്തെ വിമർശിക്കാറുണ്ട്, മാധ്യമങ്ങൾ വിമർശിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഭാവത്തിലാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടക്കാറ്. അപ്പം അവരെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇതുപോലൊരു വിമർശനം നടത്തണമെങ്കിൽ അതിനൊരു ധൈര്യം വേണ്ടേ? പക്ഷേ MDയുടെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കുറെ പോസ്റ്റൊക്കെ കണ്ടല്ലോ. റഷ്യനെ പറ്റിയാണ് പറഞ്ഞത്, പ്രധാനമന്ത്രിയെ പറ്റിയാണ് പറഞ്ഞതെന്നൊക്കെ. അല്ലെങ്കിൽ തന്നെ MT വാസുദേവൻ നായരുടെ പ്രസംഗത്തിന് ശേഷം ചുറ്റോട് ചുറ്റും ന്യായീകരണങ്ങളാണല്ലോ. മാധ്യമങ്ങൾ ഇക്കാര്യം വളച്ചൊടിച്ചതാണെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ MTയുടെ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് തോന്നിയിട്ടില്ലെന്നാണ് നമ്മുടെ സ്പീക്കർ പറഞ്ഞത്. MT വാസുദേവൻ നായരുടെ പരാമർശം വളച്ചൊടിച്ചെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. MTയെ വേണ്ടാത്ത വിവാദത്തിലേക്ക് വലിച്ചഴക്കരുത്, മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ, അതായത് MT വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ സാധ്യതയില്ലെന്നാണ് EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെയൊക്കെ തന്നെയാണ് CPM പ്രവർത്തകരും മന്ത്രിമാരും ഒക്കെ തന്നെ പ്രതികരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് MT വാസുദേവൻ നായർ നടത്തിയ ഈ പ്രസംഗത്തിൽ അല്പം ഞെട്ടിയെങ്കിലും ന്യായീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒട്ടും മടി കാണിച്ചിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഈ വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമില്ലെന്നും ഇതേ കാര്യം മുൻപും MT എഴുതിയിട്ടുണ്ടെന്നും ഒക്കെയാണ്. ഒപ്പം നിൽക്കാൻ അവരുടെ പാർട്ടി പത്രമുണ്ട്. വിവാദ പ്രസംഗം സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ ഉദ്ദേശിച്ചല്ലെന്ന് MT വാസുദേവൻ നായർ അറിയിച്ചതായിട്ടാണ് പാർട്ടി പത്രമായിട്ടുള്ള ദേശാഭിമാനി പറയുന്നത്. വിവാദത്തിന് അടിസ്ഥാനമില്ലെന്ന് MT അറിയിച്ചതായിട്ടും പത്രത്തിലുണ്ട്. മാധ്യമങ്ങൾ കൽപ്പിച്ചു പറയുന്ന വിവാദത്തിനും ചർച്ചയ്ക്കും താനും പ്രസംഗവും ഉത്തരവാദിയല്ല, ശുദ്ധ മലയാളത്തിലാണ് താൻ പറഞ്ഞത്, അതിനെ ചൊല്ലി മുഖ്യമന്ത്രിയെ മറ്റും വലിച്ചഴക്കേണ്ടതില്ലെന്നും MT പറഞ്ഞുവെന്ന് പാർട്ടി പത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പാർട്ടി പത്രം ഇങ്ങനെ പറയുമ്പോൾ പക്ഷേ എഴുത്തുകാരനായിട്ടുള്ള NE സുധീർ പറയുന്നത് പിണറായിയെ വേദിയിലിരുത്തി നടത്തിയ വിമർശനത്തെക്കുറിച്ച് MT വാസുദേവൻ നായർ സുഹൃത്തുക്കളോട് സംസാരിച്ചതായിട്ടാണ്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ KLF ഉദ്ഘാടന വേദിയിൽ ചിലത് പറയുമെന്നും എല്ലാം വിശദമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും MT പറഞ്ഞിരുന്നതായിട്ടാണ് സുധീർ പറയുന്നത്. വിമർശിക്കുകയല്ല, ചില യാഥാർത്ഥ്യം പറയുകയാണ് താൻ ചെയ്തതെന്ന് പ്രസംഗത്തിന് ശേഷവും MT പറഞ്ഞു. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കുമെങ്കിൽ അത്രയും നല്ലതാണെന്നും MT സുഹൃത്തുക്കളോട് പറഞ്ഞതെന്ന് എഴുത്തുകാരനായിട്ടുള്ള NE സുധീർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യവും പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ വിശദീകരിച്ച കാര്യവും തമ്മിൽ നല്ല വൈരുദ്ധ്യമുണ്ട്. ഇത് മാത്രമല്ല, ശ്രീജിത്ത് പണിക്കർ, ഹരീഷ് പേരടി, ജോയി മാത്യു തുടങ്ങിയ ആളുകളൊക്കെ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. MDയുടെ പ്രസംഗത്തെപ്പറ്റി ജോയി മാത്യു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ: MD എന്ന എഴുത്തുകാരൻ ഉന്നത ശീർഷനാകുന്നത് അധികാരികൾക്ക് മുമ്പിൽ റാൻ മൂളി കിട്ടുന്ന പദവിയുടെ താൽക്കാലിക തിളക്കങ്ങളിലല്ല, മറിച്ച് സർവാധികാരി എന്ന് അഹങ്കരിക്കുകയും ഭയത്താൽ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നടക്കുകയും ചെയ്യുന്ന അധികാരികളുടെ മണ്ടക്കടയ്ക്കുന്ന ചോദ്യങ്ങൾ ചരിത്രബോധത്തോടെ നേർക്ക് നിന്ന് ചോദിക്കുന്നത് കൊണ്ടാണ്. സത്യമായും മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് MD ആണെന്നാണ്. പുസ്തകം കൈകൊണ്ട് തൊടാത്ത സഖാക്കൾക്ക് ഇനിമേൽ MD സാഹിത്യം വരേണ്ട സാഹിത്യം. ഈ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതിന് താഴെ വന്ന കുറച്ച് കമന്റ്സ് വായിച്ചുതരാം. അന്തം കമ്മികൾക്ക് കുരുപൊട്ടി തുടങ്ങി, രാജാവിനെ വാഴ്ത്തിപ്പാടിയാൽ നല്ലത്, ഇകഴ്ത്തി കാണിച്ചാൽ രാജ്യദ്രോഹി, അതാണ് ഇപ്പോഴത്തെ നിയമം. വേറെ കമന്റ് ഇങ്ങനെയാണ്: വ്യക്തിപൂജയ്ക്കായി കാൽ നീട്ടിയിരുന്നുള്ള മുഖസ്തുതിയിൽ സ്വയം മറന്നു പോയിട്ടുള്ള ഏതൊരു അധികാരിക്കും അത്തരം അറിവില്ലായ്മയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇന്നലെ വരെയുള്ള ചരിത്രം. നാളെ ഇത് മറ്റൊന്നായേക്കും എന്ന് കരുതാൻ കാരണമൊന്നും കാണുന്നില്ല. പിന്നെ പറയേണ്ട സമയത്ത് പറഞ്ഞിരിക്കുന്നു. കേൾക്കേണ്ടവർക്ക് മനസ്സിലായോ എന്തോ. ഇന്നു മുതൽ കമ്മികൾക്ക് MT സംഘി. MTയുടെ നാലുകെട്ട് അളക്കാൻ സർവേക്കാർ പുറപ്പെട്ടെന്നാണ് കേട്ടത്. പലർക്കും പറയണമെന്നുണ്ട്, സൂര്യാതപം ഏൽക്കുമെന്ന ഭയമാണ് ലേ കേസൻ എന്നൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ റഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്, നരേന്ദ്രമോദിനെ കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെയുള്ള പോസ്റ്റുകൾ ഞാനും കണ്ടിരുന്നു. റഷ്യനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷമാണ് MT വാസുദേവൻ നായർ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ അധികാരികളെ കുറിച്ചും ഭരണത്തെക്കുറിച്ചും ഒക്കെ വിമർശിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടിനെ വെച്ച് കമ്പയർ ചെയ്യേണ്ടത് ഏത് അധികാരിനെയാണെന്ന് ആലോചിച്ചാൽ തീരുന്ന പ്രശ്നം എവിടെയുള്ളൂ. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അധികാരിയല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് ആയിക്കൂടെ എന്ന് ചോദിക്കുന്നവരോട് ഈ അധികാരിയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടും. അദ്ദേഹം ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് അധികാരികളെ കുറിച്ച് പറയുമ്പം അതിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം ഒഴിഞ്ഞു പോകുന്നില്ല എന്നുകൂടി ആലോചിച്ചാൽ മതി.